കോട്ടയത്ത് നിന്ന് വരുന്ന വാർത്ത പാലാ UDF-ൽ പൊട്ടിത്തെറി എന്നുള്ളതാണ്. കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം കയ്യേറ്റം ചെയ്തുവെന്ന് കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ് ആരോപിക്കുന്നു. UDF യോഗത്തിൽ വെച്ച് കയ്യേറ്റം ചെയ്തുവെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല, എൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന ഒരു ചിന്തയിലേക്ക് വന്നുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത്. വാതിൽ തുറന്ന് ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനം ബിനുവിനോട്, അല്ലെങ്കിൽ കാരണം അവിടെ എല്ലാം ബിനു കേന്ദ്രീകൃതമാണ്. ബിനു അങ്ങനെ നിന്ന് ഒരു ഗുണ്ടായിസ സ്റ്റൈലാണ് എപ്പോഴും നിൽക്കുന്നത്. മാടമ്പി പരുവാണ് നിൽക്കുന്നത്. ഇത് ഉൾക്കൊള്ളാൻ പറ്റിയാലെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞതാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഞങ്ങളുടെ നേതാവിനെ തല്ലല്ലേ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അന്നേരം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ, ഞങ്ങൾ സഹപാഠികളാണ്, ഞങ്ങൾ ചിലപ്പോൾ ഒന്നും തള്ളും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ എൻ്റെ നേരത്തെ ചാടിയെടുത്തപ്പോൾ അദ്ദേഹം അത് ചെയ്ത് അടുത്തോട്ട് വരുമ്പോൾ ബിജു വിളിക്കേണ്ട എൻ്റെ തോൾ കൂട്ടി ഉന്തി. ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അപകടത്തിലാണ്. ഞാൻ ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് പോകുന്ന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയുണ്ടായി. അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. കാരണം ഞാനത് വ്യക്തിപരമായിട്ട് പറയുന്നതല്ല. ഞങ്ങൾ ചെയർപേഴ്സന്റെ മുറി വെച്ച് പാർലമെന്ററി പാർട്ടി കൂടുന്നു. 14 കൗൺസിലർമാരാണ് UDF-നുള്ളത്. 2 പേരെ അസൗകര്യം അറിയിച്ചിരുന്നു. 12 കൗൺസിലർമാരും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ഉൾപ്പെടെ ഞങ്ങൾ 14 പേര് വരുന്ന ഒരു യോഗത്തിൽ ടോബി ജോൺസൺ ടോബി, അകത്ത് മർദ്ദനം ഉണ്ടാകുന്നു. മർദ്ദനത്തിൽ ജീവൻ നഷ്ടമാകുമോ എന്ന ആശങ്കയിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടേണ്ടി വരുന്ന ഒരു കൗൺസിലർ. അത്രയ്ക്കൊക്കെ ഭീകരമായ മർദ്ദനം അതിനകത്തുണ്ടായോ? അങ്ങനെ മർദ്ദനം ഉണ്ടായെങ്കിൽ എന്താണ് ഇപ്പോൾ UDF-ലെ പൊട്ടിത്തെറിയുന്നതിനപ്പുറം ഒരു കൗൺസിലറുടെ ജീവന് പോലും ഹാനികരമാവുന്ന രീതിയിൽ അതിനകത്ത് സംഭവങ്ങൾ നടക്കുന്നത് വലിയ പ്രശ്നമാണല്ലോ. ടോബി, എന്താണ് റിയൽ പ്രശ്നം? അശ്വി, എന്താണ് അവിടെ നടന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. കയ്യേറ്റ ശ്രമം നടന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ 2 കൂട്ടരോട് സംസാരിച്ചു. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 പേരും പറയുന്നത് അനുസരിച്ച് ഒരു കയ്യേറ്റ ശ്രമത്തിന് നീക്കമുണ്ടായി, തർക്കമുണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കൊട്ടാരമറ്റത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിലർ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതിനെതിരെ കൗൺസിലർ, നമുക്കറിയാവുന്ന പോലെ ദിയ പുളിക്കക്കണ്ടമാണ് ചെയർപേഴ്സൺ, ബിനു പുളിക്കക്കണ്ടവും അത് കൗൺസിലുണ്ട്. അപ്പോൾ ഈ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ അതിൽ നടക്കില്ല, അങ്ങനെ അത് മാറ്റി സ്ഥാപിക്കുന്നത് നിയമപരമായി തെറ്റാണെന്ന് ഇവർ പറഞ്ഞു. ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് ഈ ഒരു കയ്യാങ്കളിയിലേക്കോ അല്ലെങ്കിൽ തർക്കത്തിലേക്കോ പോയത്. എന്താണ് തർക്കം നടന്നു അല്ലെങ്കിൽ കയ്യാങ്കളി നടന്നു, ചില ശ്രമങ്ങൾ നടന്നു എന്ന് ഈ ബിജു മാത്യൂസ് എന്ന് പറയുന്ന കൗൺസിലർ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഒരു കയ്യാങ്കളിയോ അല്ലെ കയ്യേറ്റ ശ്രമമോ ഒന്നും തന്നെ ഇദ്ദേഹത്തെ തൊടുന്ന ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ലെന്നാണ് ബിജു പുളിക്കക്കണ്ടവും പറയുന്നത്. എന്തായാലും UDF-നുള്ളിൽ ഒരു തർക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നത് പോലെ തന്നെ നിർണായകമായിട്ടുള്ള ഈ 3 സീറ്റുകൾ കൂടി അവരെ പിന്തുണയ്ക്കാൻ, പുളിക്കക്കണ്ടം കൗൺസിലർമാരെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതോടുകൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം ഈ കോൺഗ്രസിന് ഇവിടേക്ക് നഗരസഭ ഭരണത്തിലേക്ക് ഇത്തവണ എത്താൻ സാധിച്ചത്. ആ UDF-നുള്ളിലാണ് വീണ്ടും അങ്ങനെ അധികാരത്തിലേക്ക് എത്തി. അത് പൊട്ടിത്തെറിയും കയ്യാങ്കളിയും തല്ലും. ഇപ്പോൾ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി വാതിൽ തുറന്നിറങ്ങി ഓടി എന്നൊക്കെയാണ് ഒരു കൗൺസിലർ പറയുന്നത്. അത്രയൊക്കെ ഉണ്ടോ എന്ന കാര്യം അറിയില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഇരു പാർട്ടികൾ ആത്മപരിശോധന നടത്തട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.